ഇങ്ങനെ ഒരു നാണക്കേട് അമേരിക്ക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല. ഇറാനെ ഇപ്പോൾ തകർക്കുമെന്ന് ആഹ്വാനം ചെയ്ത് ഗൾഫ് സമുദ്രത്തിലേക്ക് ഇറങ്ങിയ കപ്പലിന്റെ ശോചനീയ അവസ്ഥ കേട്ട് ലോകം ഇന്ന് ഊറി ഊറി ചിരിക്കുകയാണ് എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. എന്താണ് അമേരിക്കയ്ക്ക് മേൽ പതിച്ച ആ നാണക്കേട് എന്നല്ലേ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് അമേരിക്കയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ആഗോള സൈനിക ആധിപത്യത്തിന്റെ അജയ്യമായി പ്രതീകമെന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ന് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ വലിയൊരു നയതന്ത്ര നാണക്കേടായി മാറിയിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ള വാർത്ത. അതായത് $13 മില്യൺ ചെലവിട്ട് അത്യാധുനിക ആണവോർജ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നിർമ്മിച്ച ഈ കപ്പൽ പശ്ചിമേഷ്യൻ കടൽ പാതകളിൽ ഭീതി വിതയ്ക്കാനാണ് എത്തിയത്. എന്നാൽ ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ സ്വന്തം കപ്പലിനുള്ളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പരിപാലിക്കാനാവാത്ത അമേരിക്കൻ സൈനിക സംവിധാനത്തിന്റെ പാളിച്ചകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വൻ ശക്തിക്ക് സ്വന്തം നാവികരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാവാത്തത് വലിയ പരിഹാസത്തിന് ഇടയാക്കിയ സംഭവമാണ്. സാങ്കേതിക വിദ്യയുടെ അമിതമായ അതിപ്രസരം ഈ കപ്പലിനെ ഒരു പടക്കപ്പലിനേക്കാൾ ഉപരിയായി തകരാറുകളുടെ ഒരു കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. കപ്പലിലെ ഭീമാകാരമായ പമ്പിംഗ് സംവിധാനങ്ങളിൽ ഉണ്ടായ പിഴവ് കാരണം ഇതിലെ 650 ടോയ്ലറ്റുകളിൽ ഭൂരിഭാഗവും ഒരേ സമയം പ്രവർത്തനരഹിതമായത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ടോയ്ലറ്റ് പോലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കപ്പലാണ് അവർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്ന് സാരം. ആയിരക്കണക്കിന് നാവികർ ജോലി ചെയ്യുന്ന ഒരു യുദ്ധക്കപ്പലിൽ അടിസ്ഥാന ശുചിത്വ സൗകര്യങ്ങൾ ഇല്ലാതാകുന്നത് ആ കപ്പലിന്റെ പ്രവർത്തനക്ഷമതയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ്. മിഡിൽ ഈസ്റ്റിലെ സമുദ്രങ്ങളിൽ കരുത്തു തെളിയിക്കാൻ വന്ന ഈ ഭീമൻ കപ്പലിന്റെ പൈപ്പുകൾ വൃത്തിയാക്കാൻ മാത്രം ലക്ഷക്കണക്കിന് ഡോളർ വീണ്ടും ചെലവഴിക്കേണ്ടി വരുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസൂത്രണമില്ലായ്മയെ തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇറാന്റെയും മറ്റ് പ്രാദേശിക ശക്തികളുടെയും കരുത്തിന് മുന്നിൽ പതറില്ല എന്ന് പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലിനുള്ളിലെ അഴുക്ക് ചാലുകൾ പോലും നിയന്ത്രിക്കാനാവാത്തത് വലിയൊരു രാഷ്ട്രീയ പ്രഹരം തന്നെയാണല്ലേ. ശതകോടികൾ മുടക്കി നിർമ്മിച്ച അത്യാധുനിക റഡാറുകളും മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളും ഉണ്ട് എങ്കിലും ഒരു കപ്പലിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പരാജയപ്പെടുന്നത് അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന്റെ തകർച്ചയുടെ സൂചനയായിട്ടാണ് വിമർശകർ പറയുന്നത്. യുദ്ധകളത്തിലെ വീര്യത്തെക്കാൾ ഉപരിയായി അറ്റകുറ്റപ്പണികൾക്കും സാങ്കേതിക തകരാറുകൾക്കും പിന്നീട് പോകേണ്ടി വരുന്ന ഒരു വെള്ളാനയായി USS ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഈ സംഭവം കേവലം ഒരു സാങ്കേതിക തകരാർ മാത്രമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ അമേരിക്കൻ പ്രതിരോധ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്ന് തന്നെയാണ്. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ കാണിച്ച് അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ തന്ത്രം ആഭ്യന്തര പരാജയങ്ങളുടെ പരിഹാസ്യമാവുകയാണ് ചെയ്യുന്നത്. സ്വന്തം നാവികർക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു രാജ്യം എങ്ങനെയാണ് ആഗോള രാഷ്ട്രീയത്തിലെ ചടുലമായ നീക്കങ്ങളെ നയിക്കുക എന്ന ചോദ്യം ഇന്ന് പ്രസക്തവുമാണല്ലോ അല്ലെ. പശ്ചിമേഷ്യയിലെ കടൽ തീരങ്ങളിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഇന്നൊരു ഭീഷണിയേക്കാൾ ഉപരിയായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ നിഴലായി മാറിയിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്തായാലും അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന്റെ മകുടോദാഹരണമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ന് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ അമേരിക്ക ഏൽപ്പിച്ചിരിക്കുന്നത് മായ്ക്കാനാവാത്ത നാണക്കേട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. $13 ബില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആണവോർജ കപ്പൽ പശ്ചിമേഷ്യൻ തീരങ്ങളെ മറ്റ് പ്രാദേശിക ശക്തികളുടെയും സ്വാധീനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് എത്തിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ കപ്പലിനുള്ളിലെ സാങ്കേതിക തകരാറുകൾ അമേരിക്കൻ നാവികസേനയുടെ അന്തസ്സ് കെടുത്തിയിരിക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു എന്നതിന്റെ ജീവിക്കുന്ന തെളിവായിട്ട് ഈ കപ്പൽ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഒട്ടും സംശയമില്ലാതെ പറയാവുന്നതേ ഉള്ളൂ. ഈ കൂറ്റൻ യുദ്ധക്കപ്പലിലെ 650 ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമായത് കേവലം ഒരു പ്ലംബിംഗ് പ്രശ്നമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് അമേരിക്കൻ സൈനിക ആസൂത്രണത്തിന്റെ വലിയൊരു പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കപ്പലിലെ മലിനജല സംസ്കരണ സംവിധാനമായ VAC സിസ്റ്റത്തിൽ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കാൻ ഓരോ തവണയും ലക്ഷക്കണക്കിന് ഡോളറാണ് അധികമായിട്ട് അമേരിക്ക ഇപ്പോൾ ചെലവഴിക്കുന്നത്. ആയിരക്കണക്കിന് നാവികർ ഒരേ സമയം ജോലി ചെയ്യുന്ന ഒരു കപ്പലിൽ അടിസ്ഥാനപരമായ ശുചിമുറി സൗകര്യങ്ങൾ പോലും തടസ്സമാകുന്നത് അവരുടെ മാനസികാവസ്ഥയെയും പ്രവർത്തനക്ഷമതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്.
ശതകോടികൾ മുടക്കിയ അത്യാധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ചിട്ടും ഒരു കപ്പലിന് വേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ലോകശക്തി എന്ന നിലയിലുള്ള അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. എന്തായാലും USS ജെറാൾഡ് ആർ ഫോർഡിന്റെ പരാജയം ടോയ്ലറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിമാനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം, വിമാനങ്ങൾ തിരിച്ചിറക്കുമ്പോൾ പിടിച്ചു നിർത്തുന്ന അഡ്വാൻസ്ഡ് അറസ്റ്റിംഗ് ഗിയർ എന്നിവയിലും തുടർച്ചയായ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഴയകാല കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്ന വിശ്വസനീയമായ സ്റ്റീം കറ്റാപുൾക്കട്ടുകൾക്ക് പകരം കൊണ്ടുവന്ന ഈ പുതിയ സംവിധാനങ്ങൾ പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ പണിമുടക്കുന്നത് ഒരു യുദ്ധ സാഹചര്യത്തിൽ കപ്പലിനെ വളരെ നിസ്സഹായമാക്കാറുണ്ട്. അത്യാധുനികമായ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള 11 ഇലക്ട്രോ മാഗ്നറ്റിക് എലിവേറ്ററുകളും മാസങ്ങളോളം പ്രവർത്തനരഹിതമായിരുന്നു എന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ കരുത്തിനെ പ്രതിരോധിക്കാനും പേർഷ്യൻ ഗൾഫിൽ ആധിപത്യം ഉറപ്പിക്കാനും എത്തിയ ഈ കപ്പൽ സ്വന്തം സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ പാടുപെടുന്നത് ലോകരാഷ്ട്രങ്ങൾ വളരെ കൗതുകത്തോടെയും അതിലുപരി പരിഹാസത്തോടെയുമാണ് നോക്കിക്കാണുന്നതെന്ന് നമ്മൾ ഇവിടെ പറയേണ്ട ഒരു വസ്തുത തന്നെയാണല്ലോ അല്ലെ. മിഡിൽ ഈസ്റ്റിലെ കടൽപാതകളിൽ ഭീതി വിതയ്ക്കുമെന്ന് കരുതിയ കപ്പൽ ഇന്ന് കേവലം അറ്റകുറ്റപ്പണികൾക്കായി സമയം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു വെള്ളയാനയായി മാറിയിരിക്കുകയാണ് എന്നത് പറയണം. ഇത്രയും ഭീമമായ തുക നികുതി പണത്തിൽ നിന്ന് ചിലവാക്കിയിട്ടും ഒരു യുദ്ധക്കപ്പലിന് വേണ്ട വിശ്വാസ്യത കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നത് അമേരിക്കൻ പാർലമെന്റിനും വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വലിയ നാണക്കേടാണല്ലോ ഇത് ഉണ്ടാക്കിയതല്ലേ. ശത്രുക്കളുടെ ആയുധങ്ങളെക്കാൾ കൂടുതൽ അമേരിക്കയെ ഇന്ന് ഭയപ്പെടുത്തുന്നത് സ്വന്തം കപ്പലിലെ തകരാറുകൾ തന്നെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലും ചെന്ന് അധികാരം സ്ഥാപിക്കാമെന്ന അമേരിക്കയുടെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ഈ കപ്പൽ നേരിടുന്ന പരാജയങ്ങൾ വലിയൊരു താക്കീത് തന്നെയാണ് കൊടുക്കുന്നത്. സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഒരു സൈനിക സന്നാഹത്തെ എങ്ങനെ തളർത്താമെന്നതിന് USS ജെറാൾഡ് ആർ ഫോർഡ് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ ശക്തിയായ ഇറാനെയും അവരുടെ സഖ്യകക്ഷികളെയും നേരിടാൻ പുറപ്പെട്ട അമേരിക്കയ്ക്ക് സ്വന്തം പടക്കപ്പലിലെ ശുചിമുറികൾ പോലും നേരെയാക്കാൻ കഴിയാത്തത് ചരിത്രപരമായ ഒരു നാണക്കേടായിട്ട് എന്നും അവശേഷിക്കുമെന്നതും നമ്മളിവിടെ കൃത്യം പറയട്ടെ. അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ തകർച്ചയും സാങ്കേതിക പരാജയങ്ങളും മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ കടൽ പ്രതിരോധ തന്ത്രങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും അതുപോലെ തന്നെ പുതിയ അവസരങ്ങളുമാണ് നൽകുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ പറയണമെന്ന് തോന്നുന്നു. അതായത് USS ജെറാൾഡ് ആർ ഫോർഡ് പോലുള്ള ഭീമൻ കപ്പലുകൾ നേരിടുന്ന ഇത്തരം ആഭ്യന്തര പ്രതിസന്ധികൾ ഇറാൻ ആയുധമാക്കുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ്. പതിറ്റാണ്ടുകളായി പേർഷ്യൻ ഗൾഫിലും ഹോർമുസ് കടലിടുക്കിലും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ വലിയൊരു പേടി സ്വപ്നമായിരുന്നു. ഒരു കാലഘട്ടത്തിലെ കഥയാണ് കേട്ടോ ഇത്. എന്നാൽ ഇത്തരം കപ്പലുകളുടെ വിശ്വസനീയത തകരുന്നതോടെ അമേരിക്കയുടെ സൈനിക ഭീഷണിക്ക് പഴയ കരുത്തില്ല എന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. യുദ്ധവിമാനങ്ങൾ വിക്ഷേപിക്കുന്നതിലും ആയുധങ്ങൾ കൈമാറുന്നതിലും അമേരിക്കൻ കപ്പലുകൾ നേരിടുന്ന കാലതാമസം ഇറാന്റെ വേഗതയേറിയ ചെറിയ ബോട്ടുകൾക്കും അതുപോലെ തന്നെ അവരുടെ ഡ്രോണുകൾക്കും കൂടുതൽ മേധാവിത്വം നൽകുന്നുണ്ട്. മാത്രവുമല്ല ഭീമാകാരമായ പടക്കപ്പലുകളേക്കാൾ പ്രായോഗിക വേഗതയുള്ളതും ചെലവ് കുറഞ്ഞതുമായ അസമമായ യുദ്ധമുറകളാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ കപ്പലുകളിലെ സാങ്കേതിക തകരാറുകൾ പുറത്തു വരുന്നത് ഇറാൻ നടത്തുന്ന നയതന്ത്ര പ്രചാരണങ്ങൾക്ക് വലിയ ബലവും നൽകുന്നു. പശ്ചിമേഷ്യയിലെ സുരക്ഷ ഉറപ്പാക്കാൻ പുറത്തുനിന്നുള്ള ശക്തികളുടെ ആവശ്യമില്ലെന്നും ശതകോടികൾ മുടക്കുന്ന അമേരിക്കൻ സാങ്കേതിക വിദ്യ വെറും പൊള്ളയാണെന്നും ഇറാൻ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ലഭിക്കുന്ന മിസൈൽ വിരുദ്ധ സാങ്കേതിക വിദ്യകൾ കൂടി കൂടിച്ചേരുന്നതോടെ തകരാറുകൾ നിറഞ്ഞ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ സൈന്യത്തിന് കൂടുതൽ എളുപ്പമുള്ള കാര്യവുമാകുന്നുണ്ട്. എന്തായാലും ഈ മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇത്തരം ഒരു നാണക്കേട് നേരിടേണ്ടി വന്നത് വളരെ പരിതാപകരം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.